ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും കുറേ പേര് എന്നോട് ചോദിച്ച ബ്ലൗസ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഇതൊരു വീഡിയോ കൊണ്ട് തീരില്ല, കുറച്ച് വീഡിയോസുകൾ ഉണ്ടാവും. എന്നാലേ എനിക്കത് നിങ്ങൾക്ക് നന്നായി പറഞ്ഞു തരാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കുക. ആദ്യത്തെ വീഡിയോ തൊട്ട് കണ്ടു നോക്കുക. ഞാൻ ഇന്നത്തെ ഈ വീഡിയോയില് നമ്മൾ എങ്ങനെയാണ് ഒരു തുണിയില് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്, ഏതൊക്കെ മെഷർമെന്റുകളാണ് വേണ്ടത് എന്നൊക്കെ ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ടാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു പുതിയതായിട്ട് വരുന്ന സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്ത ഒരാൾക്ക് എങ്ങനെ പഠിച്ചു പോരണം, എങ്ങനെയാണ് ചെയ്ത് തുടങ്ങേണ്ടത് എന്നുള്ളത് തൊട്ടാണ് ഞാൻ പറയുന്നത്. അറിയാവുന്നവര് ക്ഷമിക്കുക. അപ്പോ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറയും. അതിനു മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാലോ അല്ലേ. ബ്ലൗസ് കട്ട് ചെയ്യുന്നത്, സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ഒരു പാടാണെന്ന് കുറെ പേര് ചിന്തയുണ്ട്. ഒരു 3 വർഷം മുന്നേ ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ വിചാരിച്ചത്. എനിക്ക് ഇപ്പൊ ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഏത് ലേഡീസിന്റെ ഏത് ഐറ്റം ആണെങ്കിലും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കട്ട് ചെയ്യണത്, സ്റ്റിച്ച് ചെയ്യേണ്ടത് നോക്കി എനിക്കൊരു ഐഡിയ കിട്ടും. പക്ഷെ എനിക്ക് പിടി തരാതിരുന്ന ഒരു സാധനമാണ് ബ്ലൗസ്. ബ്ലൗസ് കട്ട് ചെയ്യാൻ അറിയാം, സ്റ്റിച്ച് ചെയ്യാനും അറിയാം. പക്ഷെ അതിനകത്ത് പെർഫെക്ഷൻ വരിക എന്നുള്ളതാണ് ബ്ലൗസിനകത്ത് ഏറ്റവും വലിയ കാര്യം. അപ്പൊ ആ പെർഫെക്ഷൻ കൊണ്ടുവരാൻ ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ നോക്കിയിട്ടും പറ്റിയിരുന്നില്ല. അപ്പൊ എനിക്കൊരു ഓൾറെഡി ഒരു ബൊട്ടിക്ക് ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ എനിക്ക് സ്റ്റാഫും ഉണ്ട്. അപ്പൊ ഞാൻ എല്ലാ ഐറ്റംസുകളും ഞാനാണ് കട്ട് ചെയ്യുന്നത്. പക്ഷെ ബ്ലൗസ് മാത്രം ഞാൻ കട്ട് ചെയ്തിരുന്നില്ല. എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അത് കാരണം ഞാൻ വേറെ ഒരു സ്റ്റാഫിനെ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ, ബ്ലൗസ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആ ആളെ ഏൽപ്പിച്ചിരിക്കുമായിരുന്നു. അപ്പൊ ഞാനിപ്പോ നിങ്ങളെ ആരെങ്കിലും ഒക്കെ സ്റ്റിച്ചിങ് ഒരു പ്രൊഫഷനായിട്ട് എടുത്ത് ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാലേ അത് മുന്നോട്ട് സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മള് ഫുള്ളി ഒരു മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്റ്റിച്ചിങ് ഒക്കെ ആകുമ്പോൾ ഒരു വെഡിങ് ഫംഗ്ഷൻ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യമായിരിക്കും. പക്ഷെ അപ്പൊ നമ്മുടെ സ്റ്റാഫിന് എന്തെങ്കിലും വയ്യായിക വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്തു കൊടുക്കുകയും ചെയ്യണം. അപ്പൊ നമുക്കൊരു ഭയങ്കര ഒരു സ്ട്രഗിളാണ് ആ ഒരു സമയത്ത്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. പക്ഷെ നമുക്കത് അറിയാമെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ എത്തിയപ്പോഴത്തേക്കും എനിക്ക് ഒരു 2 ആഴ്ചത്തേക്ക് എനിക്കൊരു സ്റ്റാഫ് ഇല്ലാണ്ട് വന്നപ്പോഴേക്കും ഞാനിങ്ങനെ വിചാരിച്ചു എന്ത് ചെയ്യും, എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, നിനക്ക് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂടെ, നീ എല്ലാ സാധനങ്ങളും ചെയ്യും, അപ്പൊ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ച് എന്റെ സ്വന്തം അളവിലും ഞാൻ എന്റെ മദർലോയുടെ അളവിലും ഒരു 3-4 ബ്ലൗസ് കണ്ടിന്യൂസ് തയ്ച്ചു നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രാവശ്യവും തയ്ക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഫോൾട്ടുകൾ എന്തൊക്കെ അബദ്ധങ്ങളാണ് നമുക്ക് സംഭവിച്ചതെന്ന് മനസ്സിലാവും. അപ്പൊ നമ്മൾ ആ ഒരു അബദ്ധങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് കറക്റ്റ് ചെയ്ത് ഒരു 4-ാമത്തെ ദിവസമായപ്പോഴത്തേക്ക് എന്റെ ബ്ലൗസ് പെർഫെക്റ്റ് ആയി. പിന്നെ എനിക്ക് ഈ 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വെഡിങ്ങിന്റെ അടക്കം എല്ലാ ബ്ലൗസുകളും ചെയ്യുന്നതാണ്. ഞാനാണ് ഇപ്പൊ കട്ട് ചെയ്യുന്നത്. ഞാൻ എന്റെ സ്റ്റാഫുകളെ സ്റ്റിച്ചിങ് എങ്ങനെയാണ് ഞാൻ എന്റെ മെത്തേഡിൽ കട്ട് ചെയ്യുന്നു, അവരെയും പഠിപ്പിച്ചു. അപ്പൊ ആ ഒരു മെത്തേഡാണ് ഞാനിപ്പോ നിങ്ങൾക്കും പറഞ്ഞിരുന്നത്. അപ്പൊ ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്ന് പറയുന്നത് അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ മനസ്സിൽ എന്താണോ നമുക്കൊരു നിശ്ചയം വേണം, അത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആവും. അപ്പോ നിങ്ങൾ ഭയങ്കര പാടാണെന്നുള്ളൊരു ചിന്ത മാറ്റുക. പിന്നെ ആദ്യമേ തന്നെ നമ്മൾ ഫസ്റ്റില് തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആകും എന്നും വിചാരിക്കരുത് കേട്ടോ. ഞാനിപ്പോ പറഞ്ഞു തന്നാലും നിങ്ങൾ വേറെ ആരെങ്കിലും എടുത്തു പഠിക്കാൻ പോയാലും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമിൽ തന്നെ പെർഫെക്റ്റ് ആവുന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. അപ്പൊ
നമ്മൾ ട്രൈ ചെയ്ത് ഒരു 3-4 ബ്ലൗസ് ചെയ്യുമ്പോഴേ നമുക്ക് അതിനകത്തെ വ്യത്യാസങ്ങളും 1-2 ബ്ലൗസ് മറ്റുള്ളവരുടെയും കൂടി ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് ആ ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങളെ ബോറടിപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും എന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പൊ നമുക്കൊക്കെ സാധിക്കും, നമ്മളൊന്ന് മനസ്സ് വിചാരിച്ചാൽ മതി എന്ന് മാത്രമാണ് ഞാൻ ഈ ഇത്രയും പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഞാനിതൊരു 3-4 വീഡിയോ ആയിട്ട് ചെയ്യാം. ചുരിദാർ ചെയ്ത പോലെ അതേ മെത്തേഡിൽ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിപ്പോ ഞാൻ പേപ്പറിലാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബോഡി മെഷർമെന്റ് ബ്ലൗസിന് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് തുണിയിൽ കാണിക്കാം. ചുരിദാർ നമ്മൾ എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ ഇതും കാണിക്കാം. ചുരിദാറിന്റെ മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുന്നത്. പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാണ്ട് വെറുതെ ഒരു വീഡിയോ ചെയ്തതിൽ എനിക്ക് അർത്ഥമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കാരണം ഞാൻ എന്നാൽ കഴിയുന്ന പോലെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ട്രൈ ചെയ്താൽ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് എങ്ങനെയാണ് ബ്ലൗസ് കട്ട് ചെയ്യുന്നതെന്നുള്ള മെത്തേഡാണ് ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പേപ്പറിൽ. ഇതിപ്പോ ഞാൻ ഒരു തുണി എങ്ങനെയാണ് നമ്മൾ മടക്കുന്നത് ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ പേപ്പർ മടക്കിയേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഏത് രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്നാണ് ഞാൻ ഈ ഒരു പടത്തിൽ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കണ്ടാൽ ഇത് എന്താണെന്ന് തോന്നുന്നു. ഇത് ബാക്ക് പാർട്ടാണ് ബ്ലൗസിൻ്റെ, ഇത് വന്ന് ഫ്രണ്ട് പാർട്ടാണ്. ഇത് ഫ്രണ്ട് പാർട്ടിൻ്റെ അടിയിൽ വരുന്ന ആ ഒരു പടിയാണ്. ഇത് സ്ലീവാണ് നമ്മുടെ. ഞാൻ ഇത്രയും പാർട്ടുകളാണ് ഉള്ളത്. ഇത് നമ്മൾ തുണിയിൽ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ബാക്ക് പാർട്ടിന് ഇവിടെ ഫോൾഡിങ് വേണം തുണിയുടെ. ഇത് നമ്മുടെ ഫുൾ തുണിയാണെന്ന് ഇങ്ങനെ വിചാരിക്കുക. നമ്മളിതിനെ നീളത്തിൽ നെടുകയും മടക്കിയെടുത്തിട്ട് ഇവിടെ നമുക്ക് ബാക്ക് പാർട്ടിന് ഫോൾഡിങ് വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്ക് പാർട്ട് ഈ ഒരു പാർട്ടിൽ നിന്നാണ് വരച്ച് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് എടുത്ത് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം 1 മീറ്ററാണ് നമ്മളൊരു ബ്ലൗസിന് എടുക്കുന്നത്. അപ്പോൾ ആ 1 മീറ്ററിൽ നമ്മൾ ഇതിങ്ങനെ നെടുക ഇപ്പുറത്തേക്ക് മുകളിലേക്ക് ഇതേപോലെ തന്നെ എടുത്ത് ഫ്രണ്ടും എടുക്കുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ തുണി തികയാണ്ട് വരും. അതിനൊരു ഓപ്ഷനായിട്ടാണ് നമ്മൾ ബാക്ക് പാർട്ട് ഇങ്ങനെ വെച്ചിട്ട് ഫ്രണ്ട് പാർട്ട് തിരിച്ചിപ്പുറത്തേക്ക് എടുക്കും. ഈ തുണിയുടെ ഇപ്പുറത്തെ സൈഡിൽ, അതായത് ഇവിടെ ഫോൾഡിങ് ഇല്ല. കാരണം നമുക്കിവിടെ ഫോൾഡിങ് ആവശ്യമില്ല. കാരണം നമുക്കിവിടെ ഹുക്കാണ് വരുന്നത്. ഹുക്സ് വരുന്നത് കൊണ്ട് തന്നെ അവിടെ ഫോൾഡിങ് വേണ്ട നമുക്ക്. അപ്പോൾ അവിടെ നിന്ന് ഈ ബാക്ക് പാർട്ടിൻ്റെ കൈക്കുഴിയുടെ ഇവിടെ വരുന്ന ബാലൻസ് തുണിയുടെ അവിടെ നമ്മുടെ ഈ ഫ്രണ്ടിൻ്റെ ഷോൾഡർ വരും. ആ ഒരു രീതിയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട് പാർട്ട് ഇവിടെ നിന്നും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് പടിയും കട്ട് ചെയ്തെടുക്കുക. ഇപ്പുറത്തെ വശത്തുനിന്ന് ഈ ഫോൾഡിങ് ഉള്ള വശത്തുനിന്ന് സ്ലീവും കട്ട് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ ഒരു ബ്ലൗസിൻ്റെ പാർട്സ് ആയിട്ട് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ചെറിയ ക്രോസ് പീസൊക്കെ വേണ്ടത് ഈ ഒരു ഭാഗങ്ങളിൽ നിന്നൊക്കെ എടുക്കാം. ഓക്കെ, ബ്ലൗസ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ മെഷർമെൻറ്റുകളൊക്കെയാണ് വേണ്ടത്. മെയിനായിട്ട് ആദ്യമേ വേണ്ടത് ഫുൾ ലെങ്ത്ത്. ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ബാക്ക് പാർട്ടിലാണ് എടുക്കുമ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴെ വരെ അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ ഇടും നമ്മൾ തയ്യൽ തുമ്പായിട്ട്. അതാണ് ബാക്ക് പാർട്ടിൽ ഫുൾ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അടുത്തത് ചെസ്റ്റ് വിഡ്ത്താണ്. ചെസ്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണമുള്ള വശത്തെ അവിടുത്തെ വണ്ണം, അതാണ് ചെസ്റ്റ് വിഡ്ത്ത്. അത് നമ്മൾ എടുത്ത് 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് ബ്ലൗസിനാവുമ്പോൾ നമ്മൾ 4 ഇഞ്ച്, അത് ഓരോരുത്തരുടെ സൈസിനനുസരിച്ചാണ് കേട്ടോ. ചിലർക്ക് ചെറിയ പ്രായക്കാർക്കാണെങ്കിൽ നമ്മൾ 4 ഇഞ്ച് കൂടി വേണ്ടി വരില്ല. കാരണം നല്ല ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ടായിരിക്കും അവർക്ക് ആവശ്യം. അതിപ്പോൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ ലൂസ് ഇട്ട് കൊടുക്കുന്നത്. ചെസ്റ്റ് വിഡ്ത്ത് എടുക്കുക, അതേ മെഷർമെൻറ്റ് യങ്സ്റ്റേഴ്സിനൊക്കെ എടുക്കും. എന്നാൽ ഇത്തിരി പ്രായം ചെന്നവർക്ക് ഒരു 4 ഇഞ്ച് നമ്മൾ ലൂസ് ഇട്ട് കൊടുക്കും. അടുത്തത് വരുന്നത് അത് ഈ ഒരു പോർഷനിലാണ് ചെസ്റ്റ് വിഡ്ത്ത് വരുന്നത്. അടുത്ത വരുന്നത് വേസ്റ്റ് വിഡ്ത്താണ്. വേസ്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ വരുന്നത്. അവിടെ നമ്മൾ കറക്റ്റ് നമ്മൾ എടുക്കുന്ന വേസ്റ്റ് വിഡ്ത്തിൽ നിന്ന്
ഒരു ഒട്ടും തന്നെ 1/4 ഇഞ്ചൊന്നും കൂട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നല്ല ടൈറ്റ് ആയിട്ടിരിക്കണം. ബാക്ക് പാർട്ടല്ല, ബ്ലൗസിൻ്റെ ഏറ്റവും അടിവശം നല്ല ടൈറ്റ് ആയിട്ടിരിക്കണം. അതുകൊണ്ട് ലൂസ് ഒന്നും ഇടില്ല. വേസ്റ്റിൻ്റെ വണ്ണം എത്രയാണോ ആ ഒരു മെഷർമെൻറ്റ് നമ്മളിവിടെ എടുക്കുന്നു. ഓക്കെ, പിന്നെ വരുന്ന അടുത്ത മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഷോൾഡറാണ്. ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക. ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് തുണിയിൽ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ തുണിയിൽ കട്ട് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അടുത്തത് പിന്നെ വേണ്ടത് ബ്രസ്റ്റ് പോയിന്റ് ആണ്. ബ്രസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിപ്പിൾ പോയിന്റ്, അത് ഷോൾഡറിൻ്റെ അവിടുന്ന് നമ്മുടെ നിപ്പിൾ പോയിന്റ് വരെയുള്ള ഇറക്കമാണ് ബ്രസ്റ്റ് പോയിന്റ്. അടുത്തതെന്ന് പറയുന്നത് സ്ലീവ് ലെങ്ത് ആണ്. സ്ലീവ് ലെങ്ത് നമ്മൾ എടുക്കുന്നത് നമ്മുടെ സാധാരണ ചുരിദാറിനൊക്കെ എടുക്കുന്ന പോലെ തന്നെ സ്ലീവിന് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ഒരു ലെങ്ത് നമ്മൾ എടുക്കുക. പിന്നെ സ്ലീവിൻ്റെ റൗണ്ട് വിഡ്ത്ത് എന്ന് പറയുന്നത് സ്ലീവിൻ്റെ അറ്റത്ത് വരുന്ന വണ്ണം, നമുക്ക് എത്രയാണോ വണ്ണം വേണ്ടത് അതെടുക്കുക. പിന്നെ വേണ്ടത് ഫ്രണ്ട് നെക്ക്. ഫ്രണ്ട് നെക്ക് എന്ന് പറയുന്നത് ഇതാണല്ലോ നമ്മുടെ ഫ്രണ്ട് പാർട്ട്. ഫ്രണ്ട് പാർട്ടിൻ്റെ ഷോൾഡറിൻ്റെ അവിടുന്ന് കഴുത്തിൻ്റെ ഇറക്കം എത്രയാണോ വേണ്ടത് അതാണ് ഫ്രണ്ട് നെക്ക്. അടുത്തത് വരുന്നത് ബാക്ക് നെക്ക്. ബാക്ക് നെക്ക് നമ്മൾ ഷോൾഡറിൻ്റെ അവിടുന്ന് തന്നെ ബാക്കിൻ്റെ നെക്ക് എത്ര ഇറക്കണമെന്നുള്ളത് അതാണ് ബാക്ക് നെക്ക്. പിന്നെ വേണ്ടത് ആം ഹോളാണ്. ആം ഹോളിൻ്റെ അളവ് നമ്മൾ ബോഡിയിൽ നിന്ന് എടുക്കുക. ഞാൻ ചുരിദാർ ബോഡി മെഷർമെൻറ്റ് എടുക്കുന്നത് ചുരിദാറിൻ്റെ എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെയൊക്കെയാണ്. എന്നിരുന്നാലും ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഇത്തിരി കൂടി വ്യത്യാസങ്ങളൊക്കെ വരുത്തണം. അത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ബോഡി മെഷർമെൻറ്റ് ബ്ലൗസിന് വേണ്ടി എടുക്കുന്നത് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇത്തിരി കൂടി മനസ്സിലാവും. അത് കഴിഞ്ഞിട്ടേ ഞാൻ തുണിയിൽ കട്ട് ചെയ്യുള്ളൂ കേട്ടോ. ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായാലേ നമ്മൾ തുണിയിലേക്ക് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുകയുള്ളൂ. എന്നാലേ നിങ്ങൾക്കത് നല്ല പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നോക്കാം നമുക്ക്. സംശയങ്ങളുള്ളതൊക്കെ നിങ്ങൾ ചോദിച്ചോ, ഒരു കുഴപ്പമില്ല. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അടുത്തത് പിന്നെ ആ മോള് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ടക്ക് വിഡ്ത്താണ്. ടക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ 2 സൈഡിലെയും നിപ്പിൾ പോയിന്റുകൾ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് മീൻസ് അവിടുത്തെ അങ്ങേറ്റത്തോ ഇങ്ങേറ്റത്തെ തമ്മിലുള്ള ആ അകലം എത്രയാണോ അതാണ് നമ്മുടെ ടക്ക് വിഡ്ത്ത്. അതനുസരിച്ച് വേണം നമ്മൾ ഇവിടുന്ന് ഈ നമ്മുടെ ഹുക്കിൻ്റെ പടിയുടെ അവിടുന്ന് ഇങ്ങോട്ടുള്ള പോയിന്റ് എടുക്കാനായിട്ട്. ആ ഒരു ടക്ക് വിഡ്ത്തിൻ്റെ ബേസിസിലാണ്. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് മെഷർമെൻ്റ് എടുക്കുമ്പോഴും തുണിയിൽ കട്ട് ചെയ്യുമ്പോഴും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. എന്തായാലും അപ്പം നമുക്ക് ഇത്രയും മെഷർമെൻറ്റുകളാണ് നമുക്ക് ഒരു ബ്ലൗസിന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടത്. ഇത് എളുപ്പമാണ്. നമ്മളൊന്ന് കാര്യമായിട്ടൊന്ന് ശ്രമിച്ചാൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഞാൻ എൻ്റെ അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാനിത് ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് തുടക്കക്കാർക്ക് കൂടി എളുപ്പം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് അറിയാവുന്നവർക്കിത് ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല. തുടക്കക്കാർക്കൊക്കെ ബേസിക് ആയിട്ട് എങ്ങനെ തുണി ഇടണം എന്നുള്ളത് തൊട്ട് സംശയങ്ങളുണ്ടാവും. അപ്പം അത് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ബോഡിയിൽ നിന്നുള്ള മെഷർമെൻറ്റ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിലിടാം. അപ്പോൾ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക്